ഹായ് ഹലോ, ഞാൻ ഇന്നിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് തമ്പനയിലിൽ കണ്ടതുപോലെ കുവൈറ്റിന്റെ സ്വന്തം മജ്ബൂസ് ആണേ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഡ്രൈ ലെമൺ 2 എണ്ണം, ഏലക്ക 5, കറുവപ്പട്ട 3, ഗ്രാമ്പൂ 5 എണ്ണം ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് സവോള ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു വലിയ സവോള വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അത് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളിയും സവോളയും നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോ ഇവിടെ വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മട്ടൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മാഗി ക്യൂബ് ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മജ്ബൂസ് മസാല ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നത്. എന്നാലേ മട്ടനിലെ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് ഇറങ്ങി വരികയുള്ളൂ. ഇനി അതിലേക്ക് ഒരു വലിയ ടൊമാറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ഗ്രീൻ ചില്ലിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ ചില്ലി ഓപ്ഷനിലാണ്. ഇനി അതൊന്ന് ഒരു 5 മിനിറ്റ് വരെ അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ 5 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്നു നോക്കുമ്പോൾ മട്ടനിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് ഞാൻ 4 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 8 ഗ്ലാസ് വെള്ളം വെച്ച് ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മട്ടൻ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് കുറച്ച് ടോപ്പിംഗ്സ് റെഡിയാക്കാനുണ്ട്. ഒരു 1/2 കപ്പ് ചന ദാൽ അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഉപ്പും വെള്ളവും ഒഴിച്ച് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് തിളച്ച് വരുമ്പോഴേക്കും ഇങ്ങനെ പതഞ്ഞു പൊങ്ങിയിട്ടുണ്ട്. ഈ പതയൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. എന്നിട്ട് വേവിച്ചെടുക്കാം. വെന്ത് വന്ന ശേഷം ഞാനത് സ്ട്രെയിനറിലാക്കി വെച്ചിട്ടുണ്ട്. 2 സവോള ചെറുതായി ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായി വഴന്നു വന്ന ശേഷം മാത്രം ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റൈസിൻസ് ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ചെടുത്ത് സ്ട്രെയിൻ ചെയ്ത് വെച്ച ചനാദാലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഒരു 3 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മജ്ബൂസ് മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ചേക്കാം. ഇത് ലാസ്റ്റ് നമുക്ക് ടോപ്പിംഗ്സ് ആയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. മാറ്റി വെക്കാം. ഇപ്പോൾ മട്ടനൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 45 മിനിറ്റ്സ് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. മട്ടൻ്റെ വേവ് അനുസരിച്ച് കുക്കിംഗ് ടൈം അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ മട്ടനെല്ലാം ഞാൻ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് അതിൻ്റെ സ്റ്റോക്കും കൂടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഈ വെള്ളത്തിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 കപ്പ് റൈസിന് 8 കപ്പ് വെള്ളം വീതമാണ് ഞാൻ നേരത്തെ ചേർത്ത് കൊടുത്തത്. ഇനിയും കൂടുതലൊന്നും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. റൈസ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിനി ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ റൈസ് ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം.
അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം റൈസ്. വേറൊരു പാനിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ റിമൂവ് ചെയ്ത് വെച്ച മട്ടനൊക്കെ ഇട്ട് കൊടുക്കാം. മട്ടനെല്ലാം ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള സ്റ്റോക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഒരു വശം വെന്ത് വരുമ്പോഴത്തേക്കിന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കിന് മറ്റേ വശം കൂടെ ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഒരു 3 മിനിറ്റും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ റൈസ് ഒന്ന് നോക്കാം. റൈസ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മുമ്പ് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ടോപ്പിങ്സ് ഇട്ട് കൊടുക്കാം. മട്ടനും ഓരോന്നായിട്ട് ഞാനിവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇനി അതൊരു 5 മിനിറ്റ് മൂടി വെക്കാം. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു സൈഡ് ഡിഷ് തയ്യാറാക്കാം. ഇതിൻ്റെ പേര് മാബൗച്ച് എന്നാണ്. അതിനായി എരിവില്ലാത്ത മുളകില്ലേ, വലിയ മുളക്, അത് എടുത്തിട്ടുണ്ട്. 3 വെളുത്തുള്ളിയുടെ അല്ലി, ഒരു കൈപ്പിടി നിറയെ മല്ലിയില. ഇനി ഇവ 3ഉം കൂടെ നമുക്ക് ഈ ചോപ്പറിലിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാമേ. ഇപ്പം നന്നായിട്ട് ചോപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടേബിൾ സ്പൂൺ വിനെഗർ, ലെമൺ ജ്യൂസ് ഒരു 2 ടേബിൾ സ്പൂൺ, ഒലിവ് ഓയിൽ 3 ടേബിൾ സ്പൂൺ. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. റൈസൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്നിൽ തൊടാതെ ഒന്നായിട്ട് കിടപ്പുണ്ട്. ആ വെള്ളമൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മജ്ബൂസാണ് ഇത്. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അതേപോലെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പികളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയ റെസിപ്പികളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.